ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. നമുക്കൊരു 3 കാർഡ് എടുത്ത് നോക്കാം. സെവൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 6 ഓഫ് വാൻഡ്സ് ആണ്. 3 മൈനർ ആർക്കാന കാർഡുകളാണ് വന്നിരിക്കുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ് ധനസമ്പാദനത്തിൻ്റെ ഒരു കാർഡാണ്. ആള് ഒരുപാട് അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, എഫേർട്ട് എടുത്തു, എങ്കിൽ പോലും ആൾ വിചാരിക്കുന്ന പോലെ ഒരു സക്സസ്സിലേക്ക്, ഒരു വിജയത്തിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു വിഷമത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മളൊരുപാട് അതിൽ എഫേർട്ട് എടുത്തു. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തുടക്കത്തിൽ ഒരു വിജയം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു എനർജി ആയിരുന്നു അത്. ഇത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ധനസമ്പാദനത്തിൽ മുന്നോട്ട് പോയി. പക്ഷേ ഇത് പതിയാണ്, ഒരു സ്ലോ ആയുള്ള എനർജിയാണ്. എപ്പോഴും ധനം എന്ന് പറയുന്നത് ഒരു വേഗത കുറഞ്ഞൊരു യാത്രയായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധയോടെ നമ്മളെ സമ്പാദിച്ച പണം നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് കാർഡ് നമ്മളെ ഉപദേശിക്കുന്നത്. ഇത് 6 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാഷൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരുടെ ഒരു കളിയാക്കലുകളും എല്ലാം ഉണ്ടായിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോയി ഒരു ചെറിയ ആ ഒരു വിജയത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു ആളുടെ എനർജിയാണ് ഇത്. പുതിയ പ്രതീക്ഷയും പുതിയ ഇതും. ഇതിൽ ഒരു 7 ഓഫ് പെൻറ്റക്കിൾസിലൊരു വിഷമമുണ്ടെങ്കിൽ പോലും മറ്റ് 2 കാർഡുകളിലും അത് മുന്നോട്ട് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ താൽക്കാലികമായ ഒരു വിഷമമുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ നമുക്കൊരു സക്സസ് കിട്ടിയില്ലെങ്കിലും പിന്നീട് നമ്മൾ അത് ശ്രാന്ത പരിശ്രമത്തിലൂടെ നമ്മൾ വിജയത്തിലേക്ക് എത്തും. ആ ഒരു പ്രതീക്ഷയോടെ പോവുക. ഇതായിരുന്നു ഇന്നത്തെ ഒരു ഗൈഡൻസ് മെസ്സേജ്. റെസനേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്.